വലിയ രാഷ്ട്രീയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു, ഒപ്പം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുത്തു എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് കൂടി ഉത്തരമായി മാറുന്നു. നമുക്ക് പേരെടുത്ത് പരാമർശിക്കാം. ഒന്ന്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. വി ഡി സതീശൻ ഉയർത്തിയ വാദങ്ങൾ, ആ വാദങ്ങൾക്ക് ജനം അംഗീകാരം നൽകിയോ, മുന്നണിക്കകത്ത് അംഗീകാരം കിട്ടിയോ എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം ഇവിടെ നിന്നുണ്ടാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം വി ഡി സതീശനാണ് പി വി അൻവറിനെ മുന്നണിയിലെടുക്കുന്നതിന് കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ഒടുവിലത് ആര്യാടൻ ഷൌക്കത്തിലേക്ക് തന്നെ പോകണം എന്ന തീരുമാനം എടുക്കുകയും ചെയ്ത വ്യക്തി. സതീശനിക്ക് സ്വാഭാവികമായും ആ ഉത്തരവാദിത്തം പൂർണ്ണമായി വരികയും താൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന വി ഡി സതീശനും പറയുകയും ചെയ്യുന്നു. അങ്ങനെ നിലമ്പൂരിൽ നിന്നും യു ഡി എഫിന് ഒരു രാഷ്ട്രീയ വിജയം ഉണ്ടായാൽ അത് വി ഡി സതീശന്റെ ഗ്രാഫിനുണ്ടാക്കുന്ന വർധനവ് വലുതാണ്. ഒരുപക്ഷെ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ ആരാവണം മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ ഒരുപക്ഷെ ഇനി സതീശനിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ സാധ്യതയുമുണ്ട്. അങ്ങനെ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഒരു പുതിയ സാധ്യത നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായി നിലമ്പൂർ മാറുന്നു എന്ന പ്രത്യേകതകളുമുണ്ട്. അതേസമയം ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട വ്യക്തി. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ഈ വിജയം സമ്മതിച്ചാൽ അത് വീണ്ടും ഒരു തുടർച്ചയ്ക്കുള്ള വോട്ടായി അവകാശപ്പെട്ട് മുന്നോട്ട് വരാം. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് മുന്നണിക്കകത്തും പാർട്ടിയിലും ഒരു മറുവാക്കില്ല. പക്ഷേ കൂടുതൽ അവകാശവാദത്തോടെ പൊതുസമൂഹത്തിന് മുന്നിൽ നിലമ്പൂർ വലിയ വലിയ സാധ്യതകൾ ഇടതുമുന്നണിക്ക് തുറന്നിടും, ജനവിധി അനുകൂലമാണെങ്കിൽ എന്ന സാഹചര്യമുണ്ട്. അവിടെ പരാമർശിക്കേണ്ട ഒരു കാര്യം അവരുടെ സ്ഥാനാർത്ഥി എം സ്വരാജാണ്. എം സ്വരാജ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. പാർട്ടിയെ സംബന്ധിച്ച് ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ സ്വരാജ് തൃപ്പൂണിത്തുറയിലെ തോൽവി സ്വരാജിനെ സംബന്ധിച്ച് ഇപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമാണ്. പൊളിറ്റിക്കൽ ഗ്രാഫിൽ അതൊരു വലിയ നഷ്ടമായി നിൽക്കുകയും ചെയ്യുകയാണ്. അത് മറികടക്കാനുള്ള അവസരമാണ് സ്വരാജിനെ സംബന്ധിച്ച് ഈ നിലമ്പൂരിലെ ജനവിധി. സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ആ വിജയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവകാശപ്പെടാൻ അങ്ങനെയുണ്ട്. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ ഈ മന്ത്രിസഭ ഒരു പുനഃസംഘടന പോലും നടത്തി സ്വരാജിനെ മന്ത്രിസഭയിലെടുക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളഞ്ഞുകൂടാ എന്ന രാഷ്ട്രീയ സാധ്യതയും സ്വരാജിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ സ്വരാജിനൊരു തിരിച്ചടി ഉണ്ടായാൽ അവിടെ ക്ഷീണം സ്വരാജിനുണ്ടാകുന്നുണ്ട്. കാരണം തുടർച്ചയായ 2 തോൽവികൾ എന്ന പ്രതിസന്ധികളും സ്വരാജിന് മുന്നിൽ ഇവിടെ ഉണ്ടാകുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട്. പി വി അൻവറാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ്. കാരണം പി വി അൻവറിന്റെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി ഈ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ച് മാത്രമാണ് ഇരിക്കുന്നത്. അൻവറിന് ശക്തി തെളിയിച്ചേ പറ്റൂ. ശക്തി തെളിയിച്ചാലും എന്ത് സംഭവിക്കുമെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൂടിയും യു ഡി എഫ് തോൽക്കുകയും പി വി അൻവർ കൂടുതൽ ശക്തനായി വോട്ടുകൾ തെളിയിക്കുകയും ചെയ്താൽ മാത്രം ഭാവിയിലെങ്കിലും ഒരു യു ഡി എഫ് പ്രതീക്ഷയുമായി മുന്നോട്ട് പോവാനാകുമെന്നതാണ് അൻവറിനെ സംബന്ധിച്ചുള്ള സാധ്യത. അല്ലെങ്കിൽ അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഏറെ പിന്നോട്ട് പോക്കായി നിലമ്പൂരിലെ ജനവിധി തിരിച്ചടിയായി മാറും എന്ന സാഹചര്യം കൂടിയുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചും ആ തരത്തിൽ നിർണായകമാണ്. ചുരുക്കത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയത്തിനുമപ്പുറം തെരഞ്ഞെടുപ്പ് നയിച്ചവരുടെ ജയപരാജയം നിശ്ചയിക്കുന്നതുകൂടിയായി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്ന പ്രത്യേകതയുണ്ട്. ആ തരത്തിൽ കൂടി നിലമ്പൂർ പറയാൻ പോകുന്ന രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ് എന്നതാണ് പ്രത്യേകത. 2026 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അങ്ങേറ്റം നിർണായകമാണ്. കാരണം മൂന്നാമതും ഒരു പിണറായി സർക്കാർ, ഇടതു സർക്കാരിന് വീണ്ടും ഒരു തുടർച്ച എന്ന ഇടതുപക്ഷത്തിന്റെ അവകാശവാദം, അത് സാധ്യമായാൽ ഒരുപക്ഷെ ചരിത്രമാണ്, വലിയ ചരിത്രമാണ്. കാരണം 3ാം വട്ടവും വരിക എന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചെത്തിയേ മതിയാകൂ. അവിടെ കഴിഞ്ഞകാല ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ച ചരിത്രമുള്ള യു ഡി എഫിന്, കോൺഗ്രസിന് ഇതൊരു സാധ്യത തന്നെയാണ്. സ്വാഭാവികമായും നിലമ്പൂരിന്റെ വിജയ സാധ്യത, നിലമ്പൂരിൽ വിജയിച്ചു കയറിയാൽ അത് പുതിയ സാധ്യതകളിലേക്ക് കോൺഗ്രസിന് അവസരം ഉണ്ടാക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ആ പ്രത്യേകതകളിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയം മെനയുക തന്നെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകിയത്. ഇനി നിലമ്പൂരിലൊരു തിരിച്ചടിയെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന് വെല്ലുവിളി, അദ്ദേഹത്തിന് നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന ആവശ്യം ഉയരാനുള്ള സാധ്യതയുമുണ്ട്. ലീഗ് നേതൃത്വമൊക്കെ കടുത്ത നിലപാടും സ്വീകരിച്ചേക്കാം. അതുകൊണ്ടുകൂടി നിലമ്പൂർ പോര് പലതുകൊണ്ടും നിർണായകമാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നതും. എൽദോ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൊട്ടിക്കലാശമത്തിന്റെ ആവേശത്തേക്ക് വരുമ്പോൾ ഇത് പ്രവർത്തകരുടെ ആവേശം കൂടിയായി മാറുകയാണ്. യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകരും അവരുടെ അനുയായികളും മാത്രമാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത്. സാധാരണ വോട്ടർമാർ, പുതു വോട്ടർമാർ,
ഒക്കെ വീടുകൾക്കുള്ളിലാണ്. അവരുടെ രാഷ്ട്രീയ തീരുമാനം ഇനി പുറത്തു വരാനുണ്ട്. ആ തീരുമാനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമുക്ക് 19 വരെ നടത്തേണ്ടിയും വരും. എന്തായാലും പരസ്യ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം 2 മണിക്കൂർ 2.5 മണിക്കൂറോളം കഷ്ടിച്ച് 2.5 മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. അതിനുശേഷം എല്ലാവരും മണ്ഡലത്തിന് പുറത്തു പോകണമെന്ന അറിയിപ്പ് കൂടിയുണ്ട്. ഇതിനകം തന്നെ പല പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളും മണ്ഡലത്തിന് പുറത്തുപോയി കഴിഞ്ഞു. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി വലിയ സുരക്ഷയുണ്ട്. കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരുണ്ട്. അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഒരുക്കിക്കൊണ്ട് കൊട്ടിക്കലാശം അതിന്റെ പാരമ്യത്തിലേക്ക് കടക്കുന്നു. കൊട്ടിക്കലാശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ഇനി ഏതാണ്ട് 2.5 മണിക്കൂർ സമയമാണ് പരസ്യ പ്രചാരണത്തിനായി അവശേഷിക്കുന്നത്. ഈ പരസ്യ പ്രചാരണത്തിന്റെ സമയം 6 മണി അടിക്കുന്നതോടുകൂടി പരസ്യ പ്രചാരണം അവസാനിക്കും. നിലമ്പൂർ നിശബ്ദമാവുകയാണ്. പിന്നീട് നിശബ്ദ പ്രചാരണത്തിന്റെ സമയം. വോട്ടെടുപ്പ് തിങ്കളാഴ്ച വിധി അറിയാം. എന്താണ് നമുക്ക് കാത്തിരിക്കാം. എന്താണ് ഈ പരസ്യപ്പോരിന്റെ ഈ പ്രചാരണ ചൂടിന്റെയൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഫലം എന്നുള്ളത് എന്താണെങ്കിലും 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം നിന്നാണ് ഈ പരസ്യ പ്രചാരണം അതിന്റെ അവസാന സമയം കൊട്ടിക്കലാശം ഗംഭീരമാക്കുന്നത്. ആ ഗംഭീരമാക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് അതിലേക്ക് തന്നെ മടങ്ങിയെത്താം.